ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മദ്യപിച്ച് ബോധമില്ലാതെ നിൽക്കുന്ന ശ്രീകാന്തിനെയും സച്ചിയെയും താങ്ങി നിൽക്കുന്നത് വർഷയും രേവതിയുമായിരിക്കും. അവർ ലിഫ്റ്റിനായിട്ട് താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ മീരയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മീര ചോദിക്കുന്നുണ്ട്, എടി നീ ആ ഫോൺ എടുത്തോ എന്ന്. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, ഇല്ല, വീട്ടിലെത്തുന്നതിന് മുൻപ് ഞാൻ എന്തായാലും ആ ഒരു ഫോൺ എടുക്കും. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്രുതിയുടെ കോലം കണ്ട് ദേഷ്യം വരെയാണ് ശ്രുതിക്ക്. ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇത്? കുടിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ? അന്നേരം ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ കുടിച്ചില്ലെങ്കിൽ അഭിലാഷറിന് എന്തെങ്കിലും തോന്നിയോ? എന്തെങ്കിലും പ്രശ്നം തോന്നിയാലോ? നമുക്ക് ഡീലർഷിപ്പ് തരാതിരുന്നാലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് കുടിച്ചതാണ് എന്ന് ശ്രുതി പറയുന്നുണ്ട്. പക്ഷേ ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു. കാരണം അത്രക്ക് ഓവറായിട്ടാണല്ലോ 3 പേരും കുടിച്ചങ്ങ് ആർമാദിച്ചിരിക്കുന്നത്. ശ്രുതി വർഷയോട് ചോദിക്കുന്നുണ്ട്, ക്യാബ് ബുക്ക് ചെയ്തിരുന്നോ എന്ന്. ശ്രുതി വർഷയോട് ചോദിക്കുന്നുണ്ട്, വർഷ ആ ക്യാബ് വന്നോ എന്ന്. അന്നേരം വർഷ പറയുന്നുണ്ട്, ആ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ദേ ലിഫ്റ്റും വന്നിട്ടുണ്ട്, നമുക്ക് ലിഫ്റ്റിൽ കയറിയിട്ട് താഴേക്ക് പോവാമെന്ന് പറയും. രേവതി ചോദിക്കുന്നുണ്ട്, ഈ കോലത്തിൽ ഇവരെ അച്ഛൻ കണ്ട അച്ഛന് നല്ല ദേഷ്യം വരില്ലേ? അന്നേരം വർഷ പറയുന്നുണ്ട്, അങ്കിളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ ഉറങ്ങിയെങ്കിലും ആന്റി ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, ആന്റിയുടെ കയ്യിൽ നിന്ന് നല്ലത് തന്നെ കേൾക്കുമെന്ന് പറയും. അങ്ങനെ 3 ഭാര്യമാരും ഭർത്താക്കന്മാരെയും കൂട്ടി തള്ളി അങ്ങ് ലിഫ്റ്റിലേക്ക് കയറാണ്. 3 പേരും അടിച്ചു ബോധമില്ലാതെ നല്ല ഫുൾ ഫിറ്റിലായിരിക്കും. ലിഫ്റ്റിൽ സച്ചിയുടെ അടുത്തായിട്ടായിരിക്കും ശ്രുതി നിൽക്കുന്നത്. അന്നേരം സച്ചിക്കാണെങ്കിൽ ബോധമില്ലാതെ ഇങ്ങനെ കണ്ണും പൂട്ടി രേവതിയെ ചാരി നിൽക്കുമായിരിക്കും സച്ചി. ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ശ്രുതി ആരും കാണാതെ സച്ചിയുടെ ആ ഒരു കോട്ടിന്റെ പോക്കറ്റിലേക്ക് മൊബൈൽ എടുക്കാൻ വേണ്ടിയിട്ട് കൈയിട്ടു. ശ്രുതി ആ ഒരു പോക്കറ്റിൽ കൈയിട്ടിട്ട് സച്ചി പോലും അറിയാതെ ആ ഫോൺ അങ്ങ് കയ്യിലെടുക്കാണ് പോക്കറ്റില്. എന്നിട്ട് അതെടുത്തിന് നേരെ ശ്രുതിയുടെ പോക്കറ്റിലേക്ക് അങ്ങ് ഇട്ടു. ശ്രുതിയും ബോധമില്ലാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ശ്രുതി എന്താ ചെയ്യുന്നതൊന്നും കാണുന്നില്ല. ഈ ഫോൺ ഇട്ടതൊന്നും തന്നെ അവരറിയുന്നുമില്ല. അങ്ങനെ ലിഫ്റ്റ് താഴേക്ക് എത്തിയപ്പോഴേക്കും എല്ലാവരും ലിഫ്റ്റിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. ശ്രുതി മീരയോട് പറയുന്നുണ്ട്, മീര, ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്, ഇനി വീട്ടിൽ പോയിട്ട് മൊബൈലിലെ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യണമെന്ന് പറയും. ശ്രുതിയുടെ പോക്കറ്റിലാണ് ഇപ്പോൾ ഫോണുള്ളത് എന്നും പറയാണ്. എല്ലാവരും കൂടി അങ്ങനെ വീട്ടിലേക്ക് പോയി. സ്കൂൾ പിള്ളേരെ പോലെ ബഹളം വെച്ചുകൊണ്ടാണ് 3 പേരും കൂടി വീട്ടിലേക്ക് പോകും. അങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തിന് രവീന്ദ്രനൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന വിചാരത്തിലാണ് 3 പേരും കൂടി വീട്ടിലേക്ക് കയറി വരുന്നത്. വീട്ടിലെത്തിയപ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്നതും ഡോർ തുറക്കുന്നത് രവീന്ദ്രൻ തന്നെയായിരിക്കും. തന്റെ 3 മക്കളുടെയും ഈ ഒരു കുടിച്ച് ബോധമില്ലാതെ ലക്കക്കെട്ട ഈ ഒരു കോലം കണ്ടിട്ട് രവീന്ദ്രന് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നു. കുറെ നേരം അവരെങ്ങനെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് അച്ഛാ എന്നൊക്കെ പറയും. രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. 3 പേരും ഇങ്ങനെ ആടിപ്പാടി നിൽക്കുന്നത് കാണുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ട്രെയിനിന് റെഡ് കൊടി കാട്ടുന്നത് പോലെ 3 പേരും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ശ്രുതി പറഞ്ഞിട്ട്, അച്ഛ, റെഡ് കൊടി കാട്ടിക്കഴിഞ്ഞാൽ ട്രെയിന് നിർത്തത്തല്ലേ ഉള്ളൂ, അല്ലാതെ ഇതുപോലെ ഇങ്ങനെ ആടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിച്ചും പെയ്യും പറയുന്നുണ്ട്. അന്നേരം ശ്രീകാന്ത് അങ്ങനെ ഇരുന്ന് ചിരിക്കാണ്. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ നീയും കുടിച്ചോ ശ്രീകാന്തേ എന്ന്. ഞാൻ കുറച്ചേ കുടിച്ചുള്ളൂ അച്ഛാ എന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഇല്ലങ്ങളെ, ശ്രീകാന്ത് നല്ലതുപോലെ കുടിച്ചിട്ടുണ്ട്. അന്നേരം ശ്രീകാന്ത് വർഷയെ വിളിക്കുന്നത് പോലെ തന്നെ അച്ഛൻ അങ്ങ് കയറി വിളിക്കാണ്. അന്നേരം സച്ചി പറഞ്ഞിട്ട്, എന്താടാ ഇത്, നമ്മുടെ അച്ഛനാണ്. അന്നേരം അയ്യോ സോറി അച്ഛാ എന്നൊക്കെ പറയാട്ടെ ശ്രീകാന്ത്. ശ്രീകാന്തിന്റെ ആ ഒരു ആട്ടം കാണുന്ന സമയത്തിന് രവീന്ദ്രന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. നല്ലതുപോലെ കുടിച്ചിട്ടാണ് 3 പേര് വന്നിരിക്കുന്നത് എന്ന്. 3 പേർക്കും നിലത്ത് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അത്ര മാത്രം 3 പേരും കുടിച്ചിട്ടുണ്ടാവും. രവീന്ദ്രൻ അങ്ങനെ 3 പേരെയും ചീത്ത പറയുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു ബഹളമെല്ലാം കേട്ടുകൊണ്ടായിരിക്കട്ടെ ചന്ദ്രമതി വരുന്നത്. ആഹാ, അവരെത്തിയോ എന്ന് ചോദിച്ചു വരുമ്പോഴേക്കും ഇവരുടെ ഈ ഒരു കോലമെല്ലാം കാണുന്ന സമയത്തിന് ചന്ദ്രമതിക്കും ഏകദേശം കാര്യം മനസ്സിലാവും. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇവരെന്താ ഇങ്ങനെ നിന്ന് ആടുന്നത് എന്ന്. ഇവർ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. രവീന്ദ്രൻ പറയുന്നുണ്ട്, നല്ലതുപോലെ കുടിച്ചിട്ടുണ്ട്. അപ്പൊ ചന്ദ്രമതി ശ്രീകാന്തിനെ നോക്കും. ശ്രീകാന്തെ, നീയും കുടിച്ചോ? ഇതെല്ലാം ഇവന്റെ പണിയായിരിക്കും, ഈ സച്ചിയുടെ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ടു നോക്കുകയാണ് ചന്ദ്ര. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ആരുടെ വായിലേക്കും കൊണ്ടുപോയിട്ട് മദ്യം ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല, അവരായിട്ട് തോന്നിയിട്ട് അവരായിട്ട് കുടിച്ചതാണ്, അല്ലാതെ വെറുതെ സച്ചിയേട്ടന് കുറ്റം പറയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് രേവതി ന്യായീകരിക്കും. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ, നീ അങ്ങനെയല്ലേ പറയുള്ളൂ, നിന്റെ ഭർത്താവിനെ പോലെ ബാക്കിയുള്ളവരും കൂടി കുടിച്ചു കാണുന്നതല്ലേ നിനക്ക് സന്തോഷം, അതുകൊണ്ട് നീ ഇങ്ങനെ പറയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് രേവതിയോട് ചൂടാവാണ് ചന്ദ്ര. ഇവരെല്ലാം ഇതുപോലെ തന്നെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് രവീന്ദ്രൻ 3 മരുമക്കളോട് ചോദിക്കുന്നുണ്ട്. അന്നേരം രേവതി പറയുന്നത്, ഞങ്ങൾ പറഞ്ഞു വച്ചാ, പക്ഷേ കേൾക്കണ്ടേ. വർഷ പറയുന്നത്, ടേബിൾ മാനേഴ്സ് എന്ന് പറഞ്ഞത് ആ ടേബിളിലുള്ള മൊത്തം കുപ്പിയും ഇവരാണ് കുടിച്ചു തീർത്തിരിക്കുന്നത്. ശ്രുതി, ഇതൊന്നും കുടിച്ചു ശീലമില്ലാത്ത നിനക്കെങ്കിലും ഇവന്റെ കാര്യം പറഞ്ഞ് ശ്രദ്ധിച്ചൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആന്റി, അഭിലാഷ് സർ ഒരുപാടധികം നിർബന്ധിച്ചു, അങ്ങേര് അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാണ്. വാതിൽക്കൽ നിന്നാണ് ഇവരുടെ ഈ ഒരു സംഭാഷണമെല്ലാം. അങ്ങനെ ഇവർ ബഹളമെല്ലാം കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി വരാൻ നോക്കുന്ന സമയത്തിന് രവീന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാവരും അവിടെ തന്നെയൊന്ന് നിന്നേ. പക്ഷേ നീ രേവതിയും ശ്രുതിയും മാത്രം ഇങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി വാ,
എന്നിട്ട് അവരെ 3 പേരെയും മാത്രമായിട്ട് അകത്തേക്ക് കയറ്റുന്നുണ്ട്. തന്റെ 3 മക്കളെയും അവിടെ വാതിലിന്റെ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ് രവീന്ദ്രൻ. അന്നേരം ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ ഇത്? ഞങ്ങൾ വലതുകാല് വെച്ച് അകത്തേക്ക് കയറണോ എന്ന് ചോദിക്കും. രവീന്ദ്രൻ നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കാണ്. കാലെടുത്ത് നീ എങ്ങാനും വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞ് രവീന്ദ്രൻ ദേഷ്യപ്പെടും. ഇന്ന് 3 പേരും അകത്തേക്ക് കയറാൻ നിൽക്കരുത്, അവിടെ പുറത്ത് തന്നെ കിടന്നാൽ മതി. അവര് അത്രയും പറഞ്ഞു കൊടുത്തിനെ അവരങ്ങ് പുറത്താക്കാണ് രവീന്ദ്രൻ. അന്നേരം സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ പുറത്ത് നല്ല തണുപ്പാണ്, ഞങ്ങൾ ഇവിടെ എങ്ങനെ കിടക്കാനാണ്? രവീന്ദ്രൻ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ കിടന്നോ, ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ നിങ്ങൾ കുടിച്ചതല്ലേ, അതുകൊണ്ട് മൂക്കറ്റം കുടിച്ച് നിങ്ങൾ 3 പേരും കൂടി ഇങ്ങോട്ടേക്ക് അകത്തി കയറി പോവരുത്, എവിടെയെങ്കിലും പോയി കിടക്കുക എന്നൊക്കെ പറയും. എന്നിട്ട് രവീന്ദ്രന് ഭയങ്കര ദേഷ്യം വരാണ്. ആ സമയത്തിന്റെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കെന്താ രവീട്ട, നിങ്ങൾ എന്തിനാ മക്കളോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? പുറത്ത് നല്ല തണുപ്പാണ്, സുധിക്കും ശ്രീകാന്തിനൊക്കെ പനിയും ചുമയൊക്കെ പിടിക്കും, അവരോട് മാത്രം അകത്തേക്ക് കയറി വരാൻ പറ എന്ന് പറയും. അന്നേരം രേവതിക്ക് നല്ല അങ്ങ് ദേഷ്യം വരാണ്. അതെന്താ അമ്മയെ അങ്ങനെ പറയുന്നത്? അവരെ മാത്രം അകത്തേക്ക് കയറ്റിയിട്ട് സച്ചിയേട്ടന് മാത്രം പുറത്ത് കിടക്കണമെന്നാണോ അമ്മ ഈ പറയുന്നത്? സച്ചി ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കുടിക്കുന്നത്, അവൻ ഇതൊക്കെ ശീലാണ്, അവൻ പുറത്ത് കിടന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. ശ്രീകാന്തും സുധിയും അങ്ങനെയാണോ, അവരെയൊക്കെ കുടിപ്പിച്ചത് ഇവരായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചന്ദ്രമതി ഭയങ്കര മോശമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. അന്നേരം സച്ചി പറയുന്നത്, അവരെക്കാളും നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് ഞാനാണ്. ഹാ, നിനക്കത് ശീലായില്ലേ, നീ കാരണമാണ് അവരും കുടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി വീണ്ടും കുറ്റപ്പെടുത്തും. അന്നേരം സച്ചി പറയുന്നത്, ഞാൻ കാരണമല്ല അവര് കുടിച്ചത്, പക്ഷേ ഞാൻ കുടിക്കാൻ കാരണം അവരാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുടിച്ചത് എന്നൊക്കെ പറയും. 3 പേരും കൂടി സോറിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 3 പേരും കൂടി ചേർന്ന് രവീന്ദ്രനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ അകത്തേക്ക് കയറട്ടെ അച്ഛാ എന്ന് ചോദിക്കും. രവീന്ദ്രൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് സഹതാപം കാണിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പ്രാവശ്യം വെറുതെ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊരു ശീലമാക്കി മാറ്റും, അതുകൊണ്ട് വേണ്ട, ഇന്ന് നിങ്ങൾ ഏതായാലും പുറത്ത് കടന്നാൽ മതിയെന്ന് രവീന്ദ്രൻ ഉറപ്പിച്ചു പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ പുറത്ത് നല്ല കൊതുകുണ്ട് അച്ഛാ, ഞങ്ങൾ പുറത്ത് എങ്ങനെ കിടക്കുമെന്ന് ചോദിക്കും. രവീന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ അവസ്ഥയിൽ കൊതുക് വന്ന് കിടച്ചാൽ പോലും കൊതുകിനായിരിക്കും വല്ല അസുഖം വരാൻ പോകുന്നത്, നിങ്ങൾ ഏതായാലും ഇന്നത്തെ രാത്രി കൊതുകും തണുപ്പും എല്ലാം കൊണ്ട് പുറത്തങ്ങ് കിടന്നാൽ മതി, അകത്തേക്ക് ഏതായാലും കയറണ്ട എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ വീണ്ടും അത് തന്നെ ആവർത്തിക്കാണ്. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ. കാരണം ശ്രുതിയുടെ പോക്കറ്റിലാണല്ലോ സച്ചിയുടെ ഫോൺ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും ആ ഒരു ഫോണൊന്ന് കൈക്കലാക്കണം, ഫോണിൽ നിന്നും വീഡിയോ എടുക്കാമെന്നൊക്കെ ശ്രുതി വിചാരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ബോധം വന്നപ്പോൾ തന്നെ സച്ചി തന്റെ ഫോൺ അന്വേഷിച്ചു തുടങ്ങാണ്. അതിനു മുൻപ് തന്നെ ആ ഫോൺ എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ശ്രുതി. അപ്പോഴാണ് രവീന്ദ്രൻ അവരെ അകത്തേക്ക് കയറ്റാതെ പുറത്തിങ്ങനെ നിർത്തിയിരിക്കുന്നത്. ശ്രുതിയുടെ പ്ലാനൊക്കെ പാളിപ്പോകുമെന്നുള്ള ടെൻഷനാണെന്ന് ശ്രുതിക്ക്. ശ്രുതി രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അങ്കിൾ പുറത്ത് നല്ല മഴ വരുന്നത് പോലെയുണ്ട്, ഇന്നത്തേക്ക് ഒരു പ്രാവശ്യം വിട്ടേക്ക്, അവരെങ്ങനെയെങ്കിലും അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് ചോദിക്കും. രവീന്ദ്രൻ പറയുന്നുണ്ട്, മഴ പെയ്താലും ശരി എന്ത് വന്നാലും ശരി അവരെ ഞാൻ ഏതായാലും അകത്തേക്ക് കയറ്റാൻ പോകുന്നില്ല, അവർക്കൊട്ടും ബോധമില്ല, അവരിപ്പോൾ കിടന്നു കഴിഞ്ഞാൽ അവിടെ ബോധമില്ലാതെ കിടക്കത്തേയുള്ളൂ, അതോർത്തുകൊണ്ടും ആരും വിഷമിക്കണ്ട എന്നൊക്കെ പറയും. അന്നേരം രേവതി അപേക്ഷിക്കുന്നുണ്ട്, അച്ഛാ ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം അച്ഛനൊന്ന് ക്ഷമിച്ചൂടെ, അവരെന്ന് അകത്തേക്ക് കയറ്റി വിടൂ എന്ന് പറയും. രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചിയെ ഇതുപോലെ ഞാൻ ക്ഷമിച്ചാണ് അവൻ ഇങ്ങനെയൊക്കെ കുടിക്കാൻ തുടങ്ങിയത്, ഇനി അങ്ങനെ വിട്ടാലൊന്നും പറ്റില്ല, ഇങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിഞ്ഞാൽ ഇവർ മുഴുക്കുടിയന്മാരായിട്ട് പോവും, ഞാൻ എന്തായാലും ഒരു തീരുമാനം മാറ്റാൻ പോകുന്നില്ല, അവർ പുറത്തു തന്നെ കിടക്കട്ടെ എന്ന് പറയും. അന്നേരം വർഷയും പറയുന്നുണ്ട്, നല്ല തീരുമാനം തന്നെയാണെങ്കിൽ ഇങ്ങനെ തന്നെ വേണം, അവർ പുറത്ത് കിടക്കട്ടെ. വർഷ രവീന്ദ്രന്റെ അഭിപ്രായത്തോടാണ് കേട്ടോ യോജിക്കുന്നത്. ശ്രീകാന്ത് ഇത് കേൾക്കുന്ന സമയത്തിന് ആകെ ഞെട്ടിപ്പോവാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, ബാക്കി 2 പേരും കൂടി അവരുടെ ഭർത്താക്കന്മാരെ അകത്ത് കയറ്റാൻ വേണ്ടി അച്ഛനോട് അപേക്ഷിക്കുന്നു, നീയൊക്കെ ഒരു ഭാര്യയാണോടി എന്നൊക്കെ വർഷയോട് ചോദിക്കും. അന്നേരം വർഷ പറഞ്ഞിട്ട്, ഹോ, പറഞ്ഞത് കേൾക്കാതെ കുടിച്ചിട്ട് ഇപ്പോൾ എന്റെ മെക്കെട്ട് കയറാൻ വരാൻ നോക്കണോ, ഞാൻ ഭാര്യയാണെന്നാണോ ശ്രീകാന്ത് ചോദിക്കുന്നത്? അല്ലെങ്കിലും ബെഡ്ഷീറ്റും തലയങ്കണ പോലും ഇവർക്ക് കൊടുത്തു പോകരുത്, അവിടെ തറയിൽ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് വർഷ ദേഷ്യത്തിൽ നേരെ മുറിയിലേക്ക് അങ്ങ് കയറി പോവാണ്. അന്നേരം രവീന്ദ്രൻ രേവതിയോടും ശ്രുതിയോടും പറയുന്നുണ്ട്, നിങ്ങൾ അകത്തേക്ക് കയറി പോ മക്കളെ, നിങ്ങൾ എന്തിനാ ഇവരെ എങ്ങനെ നോക്കി നിൽക്കുന്നത്, പോയി കിടന്നുറങ്ങിക്കോളൂ എന്നൊക്കെ പറയും. അന്നേരം ശ്രുതിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു സച്ചിയുടെ ഫോണൊന്ന് കൈക്കലാക്കണം. ശ്രുതി പറഞ്ഞിട്ട് അങ്കിൾ അവർ ആ ഡ്രസ്സെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്തോട്ടെ എന്ന് പറയും. രവീന്ദ്രൻ പറഞ്ഞിട്ട് അതൊന്നും ചേഞ്ച് ചെയ്യണ്ട, അവരങ്ങനെ തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ മുറിയിലേക്ക് പോവാൻ നോക്കുക എന്നൊക്കെ പറയും. രവീന്ദ്രന്റെ നിർബന്ധപ്രകാരം ശ്രുതിയും രേവതിയും അവിടെ നിന്നങ്ങ് പോവാണ്. ചന്ദ്രമതി രവീന്ദ്രനോട് അപേക്ഷിക്കുന്നുണ്ട്, ആ ശ്രുതിയും ശ്രീകാന്തും ഒന്ന് അകത്തേക്ക് കയറ്റി അവർ ഹാളിലെങ്കിലും ഒന്ന് കിടക്കട്ടെ, അവർക്ക് പനിയും ജലദോഷമൊക്കെ വരും, പ്ലീസ് അവരെ മാത്രം ഒന്ന് അകത്തേക്ക് കയറ്റി എന്ന് പറയും. അന്നേരം രവീന്ദ്രൻ പറയുന്നത്, നീ 3 മക്കളെയും വേർതിരിവിടെയാണ് കാണുന്നത്, നീ എന്താ ചന്ദ്രേ ഇങ്ങനെ ആയിപ്പോയത്, നീ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയിപ്പോയത്, ഞാൻ ഏതായാലും എന്റെ തീരുമാനം മാറ്റാനൊന്നും പോകുന്നില്ല, അവരവിടെ പുറത്ത് തന്നെ കിടക്കുമെന്ന് പറയും.
അന്നേരം സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇവർ രണ്ടുപേരെയും അകത്തേക്ക് കയറ്റിക്കോ, ഞാൻ ഇവിടെ പുറത്ത് കിടന്നോളാമെന്ന് പറയും. രവീന്ദ്രൻ പറഞ്ഞിട്ട്, ഓ നീ വലിയ ത്യാഗി വന്നിരിക്കുന്നു. ഞാൻ 3 പേർക്കും കൂടി ചേർത്താണ് ഈ ഒരു പണിഷ്മെന്റ് നൽകിയിരിക്കുന്നത്. അത് 3 പേരും കേട്ടാ മതി, അവിടെ തന്നെ പുറത്ത് തന്നെ കിടന്നാ മതി എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ നേരെ വാതിലങ്ങ് കൊട്ടിയടക്കാണ്. എന്നിട്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, നീ ഈ വാതിലെങ്ങാനും അവർക്ക് വേണ്ടി തുറന്നു കൊടുത്താലുണ്ടല്ലോ ചന്ദ്രേ, എന്റെ സ്വഭാവം മാറും, മുറിയിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടോ ചന്ദ്രയും വിളിച്ചുകൊണ്ട് രവീന്ദ്രൻ നേരെ മുറിയിലേക്ക് കയറി പോകുന്നത്. സുധിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. സുധി ഡോറ് മുട്ടിക്കൊണ്ട് തന്നെ, അമ്മേ വാതിൽ തുറക്ക്, വാതിൽ തുറക്കമ്മേ, എനിക്കിവിടെ ബെഡില്ലാതെ കിടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ അലമുറയിട്ട് കരയുന്നുണ്ട്. അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഡോർ ഇങ്ങനെ അടിച്ചു കരയുന്നത്? അച്ഛൻ ഏതായാലും ഇനി ഡോർ തുറക്കാനൊന്നും പോകുന്നില്ല, അവരൊക്കെ കിടന്നുറങ്ങാൻ പോയി, നീ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറയും. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, എല്ലാം ഈ സുധിയേട്ടൻ കാരണമാണ്, ഇന്നിങ്ങനെ പുറത്ത് കിടക്കേണ്ടി വന്നതൊക്കെ സുധിയേട്ടൻ കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് സുധിയുടെ കോളർ ഇങ്ങനെ വലിച്ചു പിടിച്ച് കൊണ്ടുപോവാണ് ശ്രീകാന്ത്. അന്നേരം സച്ചി പറയുന്നുണ്ട്, വിടടാ ശ്രീകാന്തേ, നീ എന്താ ഈ കാണിക്കുന്നത്? വെറുതെ ഒരു വഴക്കുണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ രണ്ടുപേരെയും തമ്മിൽ ഇങ്ങനെ പിടിച്ചു മാറ്റുന്നുണ്ട് സച്ചി. അന്നേരം സുധി പറഞ്ഞിട്ട്, എടാ നീ ആരോടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നറിയാമോ? ഞാനൊരു ബിസിനസ്മാനാണ്, ഈ കേരളത്തിലെ മുഴുവൻ ഡീലർഷിപ്പും എനിക്കാണ് തന്നിരിക്കുന്നത് അഭിലാഷ് സർ. അല്ല നിനക്ക് ഓർമ്മയുണ്ടാടാ എന്നൊക്കെ ചോദിക്കും. മതി മതി സംസാരിച്ചത്, വന്ന് കിടന്നുറങ്ങാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് സച്ചി എല്ലാവരെയും വാതിൽക്കൽ നിന്നും പിരിച്ചുവിടാണ്. അങ്ങനെ 3 പേരും 3 സ്ഥലത്തായിട്ട് ഇങ്ങനെ ചാരിയിരിക്കായിരിക്കും. അന്നേരം സച്ചി പറയുന്നത്, എടാ ഇത്രയും വർഷമായി കുടിക്കുന്നു, പക്ഷേ ഇന്നേ വരെ എനിക്ക് ഇതുപോലെ പുറത്ത് കിടക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല. പക്ഷേ ഇന്ന് നിങ്ങളുടെ കൂടെ ചേർന്ന് കുടിച്ചതിന് എന്നെ ഇപ്പൊ പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു. അന്നേരം ശ്രീകാന്ത് പറഞ്ഞിട്ട്, സച്ചിയേട്ടൻ ഇന്ന് ഓവറായിട്ട് കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയും. അതുകൊണ്ടാണ് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സച്ചി വീണ്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എടാ ഞാൻ കുടിച്ചു വരുമ്പോഴൊക്കെ അച്ഛൻ എന്നെ ചീത്ത പറയാറുണ്ട്, പക്ഷേ ഇതുപോലൊരിക്കലും എന്നെ പുറത്താക്കിയിട്ടൊന്നുമില്ല. അതറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ കാരണമാണ് എനിക്കിന്ന് പുറത്ത് കിടക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് സച്ചി അവരെ കുറ്റപ്പെടുത്തും. പിന്നെ കുറേ ചേട്ടന്മാരും അനിയന്മാരും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫണ്ണി ആയിട്ടുള്ള വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സുധി അതിനിടക്കും പറയുന്നുണ്ട്, എടാ എൻ്റെ ബുദ്ധി നിങ്ങൾക്കറിയില്ലേ? ഇപ്പൊ കണ്ടില്ലേ, ഒരു ഇന്റർനാഷണൽ ഡീലർഷിപ്പാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത്രയും ബുദ്ധിയുണ്ട് എനിക്ക്. നിങ്ങളൊന്നും വിചാരിക്കുന്നത് പോലെയുള്ള ഒരാളൊന്നുമല്ല ഞാൻ. ഞാനിപ്പോൾ വലിയൊരു ബിസിനസ്മാനാണ്. ബിഗ് ബി ഫോർ ബിസിനസ്മാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ സ്വയം ഇങ്ങനെ പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ് സുധി. കുറേ സംഭാഷണത്തിന് ശേഷം അങ്ങനെ അവർ 3 പേരും 3 സ്ഥലത്തായിട്ട് അങ്ങ് കിടന്നുറങ്ങുന്നുണ്ട്. അകത്താണെങ്കിൽ രേവതിക്കാണെങ്കിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സച്ചി പുറത്താണല്ലോ കിടക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് രേവതി. അന്നേരം സച്ചി എഴുന്നേറ്റിരുന്നിട്ട് രേവതി ഒന്ന് വിളിച്ചാലോ എന്നിങ്ങനെ വിചാരിക്കാണ്. രേവതി ഡോറ് തുറക്കുന്നുണ്ട്. എന്താ സച്ചിയേട്ടാ, എന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം സച്ചി പറഞ്ഞിട്ട്, ഹാ വിളിക്കാൻ വേണ്ടി ഞാൻ പോവുമായിരുന്നു, അപ്പോഴേക്കും നീ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറയും. രേവതി ചോദിക്കുന്നുണ്ട്, എന്ത് വേണം? രേവതി എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന്. രേവതി ഞാൻ പോയിട്ട് എടുത്തു കുടിച്ചോളാമെന്ന് പറയും. അന്നേരം രേവതി പറയുന്നുണ്ട്, അയ്യോ സച്ചിയേട്ടാ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അകത്തേക്ക് കയറാൻ പാടില്ല എന്ന്, ഇവിടെ പുറത്ത് തന്നെ ഇരിക്ക്, ഞാൻ പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് സച്ചിയെ പുറത്ത് തന്നെ നിർത്തിയിട്ട് രേവതി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നിട്ട് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അന്നേരം സച്ചി പറഞ്ഞിട്ട്, രേവതി ഞാൻ ഈ ഡ്രസ്സെങ്കിലും ഒന്ന് മാറ്റിക്കോട്ടെ, ഇതിട്ടിട്ട് ഞാൻ എങ്ങനെ ഉറങ്ങാനാണ്? രേവതി പറഞ്ഞിട്ട്, അവരുറങ്ങുന്നത് കണ്ടില്ലേ, അതുപോലെ തന്നെ നിങ്ങളും ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറയും. അന്നേരം അവർക്ക് ബോധമില്ല രേവതി, അതുകൊണ്ടാ അവരിങ്ങനെ കിടന്നുറങ്ങുന്നത്. നീ നോക്ക് എന്ന് പറഞ്ഞ് ശ്രുതിയെയും ശ്രീകാന്തിനെയും കിടക്കുന്ന ആ ഒരു പോസൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ് സച്ചി. അന്നേരം 2 പേരും കുടിയന്മാരെ പോലെ തന്നെ പുറത്തിങ്ങനെ ഒട്ടും ബോധമില്ലാതെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് രേവതി കാണുന്നത്. ഇതേ സമയത്ത് ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് തന്നെ മുറിയിലിരിക്കായിരിക്കും. എന്നാലും ഈ അങ്കിൾ അവരെങ്ങനെ പുറത്ത് കിടത്തുമെന്ന് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. താൻ ഇനി എങ്ങനെ പോയിട്ട് ശ്രുതിയുടെ പോക്കറ്റിൽ നിന്നും സച്ചിയുടെ ഫോൺ എടുക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ ടെൻഷനിലായിരിക്കും ശ്രുതി. ഇതേ സമയത്തിന് സച്ചി വീണ്ടും പറയുന്നുണ്ട് രേവതിയോട്, രേവതി ഞാൻ ഈ ഡ്രസ്സെങ്കിലും ഒന്ന് മാറ്റിയിട്ട് വരട്ടെ, എന്നാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയും. രേവതി പറയുന്നുണ്ട്, വേണ്ട സച്ചിയേട്ട, ഡ്രസ്സ് ഒന്നും മാറ്റണ്ട, സച്ചിയേട്ടൻ കുടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാറുണ്ടല്ലോ, പിന്നെ ഇപ്പൊ എന്തു പറ്റിയെന്ന് ചോദിക്കും. അന്നേരം സച്ചി പറയുന്നുണ്ട്, അത് രേവതി നമ്മുടെ നാട്ടിലെ സാധനം അടിച്ച, അങ്ങനെ ഇത് പുറത്തുള്ള നാട്ടിലെ സാധനമല്ലേ ഞാൻ അടിച്ചിരിക്കുന്നത്, ഇത് കുടിച്ചതോടെ എനിക്ക് ഉറക്കം പോലും വരുന്നില്ല എന്നൊക്കെ പറയാണ് സച്ചി. രേവതി അകത്തേക്ക് കയറി വാതിലടക്കാൻ നോക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, പോവല്ലേ രേവതി, എനിക്ക് ഉറക്കം വരുന്നില്ല, ബോറടിക്കുന്നുണ്ട്. അന്നേരം രേവതി പറഞ്ഞിട്ട്, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, നീയും കൂടി ഇവിടെ ഇരിക്ക്, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാമെന്നൊക്കെ പറയും. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ പുറത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അകത്തേക്കൊന്നും വരാൻ പോകുന്നില്ല രേവതി, ഞാൻ അച്ഛൻ പറഞ്ഞ വാക്ക് ധിക്കരിക്കില്ല, നമുക്ക് ഈ പുറത്ത് തന്നെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറയും. നീയും പുറത്തേക്ക് വാ.
നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചിരുന്ന് സംസാരിക്കാമെന്നൊക്കെ പറയാണ് സച്ചി. രേവതി അന്നേരം എനിക്ക് ഉറക്കം വരുന്നുണ്ട് സച്ചിയേട്ടാ എന്നൊക്കെ പറയും. എങ്കിൽ പിന്നെ ഞാൻ നിനക്ക് പാട്ട് പാടിത്തരാമെന്നൊക്കെ പറഞ്ഞ സച്ചി അവിടെ ഇരുന്ന് ഒച്ചത്തിലങ്ങ് പാട്ടുപാടാണ്. ഇങ്ങനെ ബഹളം വെച്ച് ബാക്കിയുള്ളവരും കൂടെ ഉണർത്തല്ലേ സച്ചിയേട്ടാ പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ രേവതി പറഞ്ഞിട്ട് സച്ചിയുടെ വായങ്ങ് പൂട്ടിയൊക്കെയാണ്. അങ്ങനെ കുറെ കഴിഞ്ഞ സമയത്തിന് ശ്രുതിക്ക് ആകെ ടെൻഷനായിരിക്കും. ശ്രുതി സമയം നോക്കുന്നുണ്ട്. അന്നേരം പാതിരാത്രി ആയിട്ടുണ്ടാവും. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. പോയി ശ്രുതിയുടെ പോക്കറ്റിൽ നിന്നും ആ ഒരു ഫോൺ എടുക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ശ്രുതി മെല്ലെ ഡോർ തുറന്നിട്ട് പയ്യെ പുറത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ രേവതിയും സച്ചിയും കഥ പറഞ്ഞിരിക്കുന്നതാണ് ശ്രുതി കാണുന്നത്. ഇത് കാണുന്ന സമയത്തിന് ശ്രുതിക്ക് വല്ലാതങ്ങ് ദേഷ്യം വരും. ഇവർക്കെന്താ ഈ നട്ടപാതിരക്കും ഉറക്കമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഡോർ അങ്ങ് ലോക്ക് ചെയ്യാണ് ശ്രുതി. പാതിരാത്രിയുടെ നിശബ്ദയിൽ സച്ചിയും രേവതിയും തമ്മിൽ സംസാരം തുടരുകയാണ്. മുറിക്കുള്ളിൽ ശ്രുതിയുടെ ക്ഷമ നശിച്ചിരിക്കുന്നു. ആ ഫോൺ കൈക്കലാക്കാതെ അവൾക്കൊരു സമാധാനവുമില്ല. ശ്രുതിയുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ ഇരിക്കുന്നത് ഓരോ നിമിഷവും അവൾക്ക് വലിയ റിസ്ക് ആണെന്ന് തോന്നി. നേരം വെളുത്ത് ശ്രുതിക്ക് ബോധം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒന്നും അത് ചെയ്യാൻ പറ്റില്ല. ശ്രുതി പതുക്കെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. സച്ചി പാട്ടുപാടാനുള്ള ശ്രമത്തിലാണ്. രേവതി അവനെ തടയുന്നുണ്ട്. ഈ ബഹളങ്ങൾക്കിടയിൽ ആരും ശ്രദ്ധിക്കില്ല എന്നുറപ്പായപ്പോൾ ശ്രുതി ഒരിക്കൽ കൂടി ആ ഒരു വാതിലങ്ങ് തുറന്നു. പൂമുഖത്തെ തൂണിൽ ചാരിയിരിക്കുന്ന ശ്രുതി വായം പൊളിച്ചിങ്ങനെ കിടന്നുറങ്ങായിരിക്കും. അവന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ ഫോണിന്റെ ആകൃതി തെളിഞ്ഞു കാണാം. ശ്രുതി ശ്വാസം അടക്കി പിടിച്ച് ഒച്ചയുണ്ടാക്കാതെ പൂച്ചയെ പോലെ തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് നീങ്ങി. സച്ചിയും രേവതിയും അല്പം മാറി ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കാണ്. അവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് അവൾ പ്രാർത്ഥിച്ചു. ശ്രുതിയുടെ അടുത്തേക്ക് ചെന്ന് കുനിഞ്ഞുകൊണ്ട് തന്നെ പതുക്കെ അവന്റെ പോക്കറ്റിലങ്ങ് കൈയിട്ടു. ശ്രുതി ഒന്ന് അനങ്ങിയെങ്കിലും ശ്രുതിയുടെ നെഞ്ചെടുപ്പങ്ങ് നിലച്ചുപോയി. പക്ഷേ അവൻ ഒരു വശത്തേക്കങ്ങ് കിടന്നു എന്നല്ലാതെ എഴുന്നേറ്റതൊന്നുമില്ല. ഒടുവിൽ ആ ഫോണ് നേരെ ശ്രുതിയുടെ കൈകളിലായി. വിജയിച്ച ഭാവത്തിൽ അവൾ തിരിഞ്ഞു നടക്കാൻ നോക്കുമ്പോഴാണ് സച്ചിയുടെ ഒച്ച കേട്ടത്. അല്ല, ഇത് പാർലർ ഏട്ടത്തിയല്ലേ? എന്താ പാർലർ ഏട്ടത്തി ഈ അർദ്ധരാത്രിയിൽ പുറത്തിറങ്ങി നടക്കുന്നത്? സച്ചി ആടി ആടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. രേവതിയും അത്ഭുതത്തോടു കൂടി തന്നെ ശ്രുതി ആ സമയത്ത് അവിടെ കണ്ടതോടുകൂടെ നോക്കാണ്. ശ്രുതിയുടെ കയ്യിൽ ഫോണിരിക്കുന്നത് സച്ചി എങ്ങാനും കണ്ടോ എന്ന പേടിയിലായിരിക്കും ശ്രുതി. അത് പിന്നെ സച്ചി, ശ്രുതി ഇങ്ങനെ തണുപ്പത്ത് കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ ഒരു പുതപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാ. അവൾ വിക്കി വിക്കി പേടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, നിന്റെ ഒരു സ്നേഹം സമ്മതിച്ചു തരണം. പക്ഷേ അച്ഛൻ അറിഞ്ഞ സീനാവും. വേഗം അകത്തേക്ക് പോയിക്കോ എന്ന് സച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രുതി ആശ്വാസത്തോടു നേരം മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. ആ ഫോണിലെ വീഡിയോസ് കണ്ടപ്പോൾ അവൾ ആകെ ഞെട്ടിപ്പോയി. എങ്ങനെയെങ്കിലും ആ വീഡിയോസ് തൻ്റെ ഫോണിലേക്ക് മാറ്റാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ശ്രുതി ആ ഒരു ഫോണിൻ്റെ ലോക്കൊക്കെ തുറന്ന് വീഡിയോ ഇങ്ങനെ സെൻഡ് ചെയ്യാൻ നോക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് ഫോണ് ചാർജ് കഴിഞ്ഞിട്ട് അങ്ങ് ഓഫ് ആവുന്നത്. അതോടുകൂടി തന്നെ ശ്രുതിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരികയാണ്. ഇതേ സമയത്തിന് സച്ചി തൻ്റെ ഫോൺ അന്വേഷിച്ച് വരുമായിരിക്കും. അന്നേരം ഇത്രയും റിസ്ക് എടുത്തതൊക്കെ വെറുതെ ആയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ശ്രുതി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.